അവനല്ലേ? സൈനു, നീ ഇവിടെ നിന്നോ, ഞങ്ങൾ ചോദിച്ചിട്ട് ശിവൻ ഇങ്ങോട്ട് വന്നായിരുന്നോടാ? വന്നിരുന്നു, വന്നിട്ടൊരു പണിയും ചെയ്തു. എന്റെ അളിയൻ പണി ചെയ്താ? അതല്ല, എനിക്കിട്ടൊരു 400 പണിയും ചെയ്തു. ഏതായാലും നീ വന്ന് നന്നായി. ആ കാശ് നീ എനിക്ക് തരണം. അതൊക്കെ ഞാൻ തരാം. അവൻ എങ്ങോട്ടാ പോയെന്ന് പറ. അവനൊരു യാത്ര പോണെന്നോ ബാങ്കിൽ പോണെന്നോ മറ്റോ പറഞ്ഞു. പൈസയുടെ ഇടപാടാ, വലിയ എമൗണ്ട് ആണെന്നാ തോന്നണേ. അയ്യോ, ചതിച്ചോ? നിന്നെ ചതിച്ചാ? അതൊരു പുതിയ കാര്യമല്ലല്ലോ. വന്നേ. അപ്പൊ എന്റെ പൈസയുടെ കാര്യം ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ എന്താ പണിയേട്ടാ? നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങള്. അവൻ ഏതോ യാത്ര പോകാനുള്ള പരിപാടിയാണെന്ന്. അയ്യോ, ഒരു മിനിറ്റ്, നീ വന്നേ. എന്താ എന്താ? എന്നാ പിന്നെ സംശയിക്കില്ല. അവന്റെ ആ ചുറ്റിക്കളിയില്ലേ അമ്മണി, അവളെ എടുത്ത് പോയിട്ടുണ്ടാവും. ഈ കാശ് മാറ്റി അവളുമായിട്ട് നാട് വിടാനുള്ള പരിപാടിയാണ്. ആ അമ്മണിയുടെ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചു. അവിടെ ലോട്ടറി കച്ചവടം നടത്താറുണ്ടല്ലേ? വിളിക്ക്. ഇന്നലെ അവളെന്നെ വിളിച്ചതാ. ഹലോ അമ്മണി, ഞാൻ ലോലപ്പൻ ചേട്ടനാടേ. തന്നെ ഒലിപ്പിക്കാതെ. എന്താ ലോലപ്പേട്ടാ? അമ്മണി, ഞാൻ മണിയാണ്, ശിവന്റെ അളിയൻ. അവൻ അങ്ങോട്ട് വന്നായിരുന്നോ? അവന്റെ കാര്യം മിണ്ടരുത്, വൃത്തികെട്ടവൻ. എന്റെ മാല വിളക്കിക്കാൻ ഏൽപ്പിച്ചിട്ടേ അവൻ അതുകൊണ്ട് മുങ്ങി. ഓഹോ, അപ്പൊ അവൻ അമ്മണിയെ പറ്റിച്ചോ? എന്നെ പറ്റിക്കാൻ അവൻ 2 ജന്മം കൂടി ജനിക്കണം. ആ മാലേ റോൾഡ് ഗോൾഡാ. അപ്പൊ അവൻ അവിടെ ഇല്ലല്ലോ അല്ലേ? പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ഓ ശരി. എന്താ അമ്മണിക്കൊരു പണി കൊടുത്തു. നമുക്ക് കാര്യം ചെയ്യാം, ബാങ്കിൽ പോയി നോക്കാം. അവൻ അവിടെ കാണും. വണ്ടി വിട്. പെട്ടെന്ന് കേറ്. ചേട്ടൻ മാറി, നിങ്ങളോട് നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. എന്നാലും ഇവൻ എവിടെ പോയി? വേഗം കണ്ടെത്തിയാ മതിയായിരുന്നു. എവിടെയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കൃഷ്ണ, ഗോപി, എന്താ? ശിവൻ ഇവിടെ വന്നിരുന്നോ? ശിവനോ? വന്നിരുന്നു. ബാങ്ക് മാനേജറെ കണ്ട് എന്തൊക്കെ സംസാരിക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നീ അവനോടൊന്നും ചോദിച്ചില്ലേ? ഞാനൊന്നും ചോദിച്ചില്ല. അവനെ ആളത്ര ശരിയൊന്നും അല്ല. അവൻ എങ്ങോട്ടാ പോയെന്ന് കണ്ടോ? എന്റെ പൊന്നുമണി, ആ കേസ് വിട്. ഓ, തിരക്കുണ്ട്, പോട്ടെ. എന്നാ ശരി. എവിടെ പോയി നോക്ക്. ഗോപി എന്ത് പറഞ്ഞു? എന്തായി? അവൻ ആ മാനേജറോട് എന്തൊക്കെയോ സംസാരിച്ച് ഇടപാട് നടത്തിയിട്ട് പോയെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോയെന്ന് ഒരു പിടുത്തമില്ല. നിങ്ങൾ വണ്ടി കയറ്. വാസന്തി, നിങ്ങൾ ഒരാണാണോ മനുഷ്യ? കൈ കിട്ടിയ ലക്ഷങ്ങൾ കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. എടി, ഞാൻ എന്ത് ചെയ്തെന്നാ? നിന്റെ ആങ്ങളല്ലേ അത് കൊണ്ടുപോയത്? ആ മഹാഭാവി ഒരിക്കലും ഗുണം പിടിക്കുക. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. കണ്ടല്ലോ, നിന്റെ കുടുംബത്തിന്റെ ഗുണം കണ്ടല്ലോ. എന്റെ ലോട്ടറി അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നു. ഭഗവാനെ, എന്റെ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിക്കല്ലേ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കോ മനുഷ്യ? ആ കാശും കൊണ്ടുപോയി അവനെ ഒറ്റയ്ക്ക് അങ്ങനെ സൂഹിക്കണ്ട. ഓ പിന്നെ ഇവളെ ഇന്ന് ഞാൻ 1 കോടി കേട്ടപ്പോ വീടിന്റെ വാതിൽ പോലെ അടയ്ക്കാനുണ്ട്. നീ എന്നോട് ഇറങ്ങിപ്പോന്ന് കള്ളന്മാര് കയറി വല്ല എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിലോ? അയ്യോ, കള്ളം കൊണ്ടുപോയേ. ഇവക്ക് ഇതെന്താ പറ്റിയേ? കള്ളന്മാര് കൊണ്ടുപോയി ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഓ, ചിലപ്പോ ലോട്ടറി പോയിന്റെ ടെൻഷൻ ആയിരിക്കും. 1 കോടി ലോട്ടറി അടിച്ചു എന്ന് കേട്ടപ്പോ എന്റെ കാശ് മറന്നല്ലോ കൃഷ്ണ. അയ്യോ, എന്റെ അരിപ്പട്ടി. 1 കോടി ലോട്ടറി അടിച്ചു എന്ന് കേട്ടപ്പോ എന്റെ കാശ് മറന്നല്ലോ കൃഷ്ണ. അയ്യോ, എന്റെ അരിപ്പട്ടി, എന്റെ കാശ്. അയ്യോ ഈശ്വര, എന്റെ അരിപ്പട്ടി. എന്റെ കൃഷ്ണ, നിന്റെ മുന്നിൽ നിന്നല്ലേ എന്റെ അരിപ്പട്ടി പോയത്? അതിനകത്ത് കാശുണ്ടെന്ന് എനിക്കും നിനക്കും അല്ലേ അറിയൂ? അത് സൂക്ഷിക്കാനല്ലേ നിനക്ക് ഞാൻ വെണ്ണ തന്നത്, നെയ്യ് തന്നത്? എന്നിട്ട് നീ അത് സൂക്ഷിച്ചോ? പറയേ കൃഷ്ണ, എന്റെ പണം അവിടെ.
പറയില്ല, നീ പറയില്ലല്ലേ? എന്റെ കാശ് എവിടെ നീ പറയില്ലല്ലേ? പറയണ്ട. അയ്യോ, എന്റെ കാശ് വാസന്തി, പോയി. എന്താടി എന്തു പറ്റി? എന്റെ അരിപ്പട്ടി നിങ്ങൾ എടുത്തോ? എന്തോന്ന്? എന്റെ അരിപ്പട്ടി എടുത്തോന്ന്. ഓ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഇല്ല, എന്റെ ഇല്ല. എന്തേ? അതാരോ എടുത്തോണ്ട് പോയി. ഓ, സമാധാനായി. നിന്റെ അമ്മ കൊണ്ടുവന്ന അരിപ്പെട്ടിയല്ലേ? അതെന്നീ വീട്ടിൽ കൊണ്ടുവച്ചോ അന്ന് തുടങ്ങിയ പഞ്ഞോ ഇവിടെ. ദേ, എന്റെ അമ്മ എന്ത് വേണേലും പറഞ്ഞോ. അമ്മ കൊണ്ടുവന്ന അരിപ്പട്ടി പറഞ്ഞോണ്ടല്ലോ. അവിടെ അമ്മ കൊണ്ടുവന്ന അരിപ്പെട്ടി ഒന്ന് പോയിടി ഇടുന്നു. വയലന്റ് ആയി തുടങ്ങിയ. പ്രിയപ്പെട്ട ചേച്ചി, ഞാൻ പോകുന്നു. എനിക്കൊരു പുതിയ ജീവിതം കിട്ടി. ഞാൻ മൂലമുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഞാൻ തിരിച്ചു വരും. നീ വരണ്ടടാ ചൂലേ. പിന്നൊരു കാര്യം, എനിക്ക് വണ്ടിക്കാശിന് വേണ്ടി ചേച്ചി അരിയിട്ട് വെച്ചിരുന്ന ഡ്രം ഞാൻ ആക്രിക്കാരന് വിറ്റു. ഓ, എന്റെ ഈശ്വര. അത് വിൽക്കാൻ എനിക്കും അവകാശമുണ്ട്. കാരണം അതെന്റെ അമ്മ വാങ്ങി തന്നതാ. എടാ, എന്റെ സർവ്വ സ്വപ്നങ്ങളും തകർത്തല്ലോ നീ. ഓ, അയ്യോ. പിന്നെ ആ പാത്രത്തിന് ചേച്ചിക്കുമുണ്ടൊരു അവകാശം. ചേച്ചിയുടെ ഷെയറായ അതിന്റെ മൂടി അടുക്കളയിലെ വലിയ പെട്ടിയുടെ പുറകിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ആ മൂടി എടുക്കുക. ആദ്യം ആ മൂടിയെടുക്കുക. ആദ്യം ആ മൂടിയെടുക്കുക എന്ന് ശിവൻ. ഇതെന്തിനാ അവനിപ്പോ നോക്കാൻ പറഞ്ഞ? പിന്നെ അരിപ്പെട്ടിക്കകത്തിരുന്ന ആ കൂറ സഞ്ചി ഞാൻ അടുത്ത സ്റ്റൗവിന്റെ അടി വെച്ചിട്ടുണ്ട്. കൃഷ്ണ, എന്റെ കാശ്. അതുമിതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മറിയുന്നതറിയില്ലേ? എന്റെ കൃഷ്ണ, ഒരു കെട്ടുപോലും കുറയാതെ നീ എന്റെ കാശ് എനിക്ക് തിരിച്ചു തന്നു. ഞാൻ നിന്നെ ഒരുപാട് ശകാരിച്ചു, സംശയിച്ചു, കുറ്റം പറഞ്ഞു. സോറി ട്ടോ. ആ, ദാ, ദാ വരുന്നു. ഇവിടൊന്ന് വെക്ക്. ശ്ശെ. വാസന്തി, ആ, ദാ വരുന്നു. അതുമിതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മറിയുന്നതറിയില്ലേ? ഈ വാസന്തി. ആ, ദാ, ദാ, വന്നു. എന്താ മണിയേട്ടാ? അതെ, ഞാൻ ജംഗ്ഷൻ വരുന്ന പോയിട്ട് വരാം. എന്തിന്? വെറുതെ. ഓട്ടോ എടുക്കണ്ട. നീ എന്തായി പറയുന്നത്? ചേട്ടൻ ഇനി ഓട്ടോ ഓടിക്കണ്ടെന്ന്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, 5000 രൂപ ഇതാ. എന്തിന്? അല്ലാതെ തന്നെ കുറെ പൈസ ഞാൻ മണിയേട്ടന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് ഞാൻ തന്നെ ചെലവാക്കിക്കോളാം. എടി, അത് നീ ചെലവാക്കിക്കോ. പക്ഷെ ഓട്ടോ ഓടിക്കാതെ നീ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ നമുക്ക് എന്തോരം നഷ്ടമെന്നറിയോ? എത്ര രൂപ നഷ്ടം വന്നാലും മണിയേട്ടൻ ഇനി പുറത്തേക്കൊന്നും പോണ്ട. ഒരു പാച്ചില് കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഒരു ഓട്ടോക്കാരൻ. ഓ, ശരി. വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാനേ ഞാനേ ഒന്ന് പോടി നീ. അതെ, കർണാടക ഷോപ്പിംഗ് കഴിയ 1/2 മണിക്കൂർ എടുക്കത്തില്ലേ? ഞാൻ ഒന്ന് പോയിട്ട് വരാം.
ദേ മണി വൈകല്ലേ. ഷേ എന്താ ഇത്? എന്റെ ഭാര്യ പോലും അറിയാതെ ഈ ഓട്ടോയായിട്ട് ഞാൻ പുറത്തിറങ്ങിയത്. നിങ്ങളായതുകൊണ്ട് മാത്രം വന്നാ പോയി കാശ് തീരുന്നവരെ പർച്ചേസ് ചെയ്തു. അല്ലെങ്കിൽ അവൻ എന്തിനാണ് അവനെ വിളിച്ചത്? മോളടിക്കാൻ തന്നെ ആയിരിക്കും. എല്ലാം കുറച്ച് ലെഫ്റ്റേക്ക് ആ മാർക്കില് മാർക്ക് ചെയ്യുന്നു. ഓക്കേ റെഡി റെഡി സർ. റോളിംഗ് സർ. ആക്ഷൻ. ഓട്ടോ ഫീൽഡ് ഇതെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാരും കൂടെ. എടാ വാ വളർന്നവരെ അങ്ങോട്ട് നോക്കി ഫീൽഡ് നിൽക്കുന്നവരെ പിടിച്ച് മാറ്റാൻ നോക്ക്. മാറ്റെടുത്തു അങ്ങോട്ട് എടുത്ത് എനിക്ക് എന്റെ കാലിയും കയറി വന്നിട്ട് വയ്യ. ഷൂട്ട് ചെയ്യണ്ടേ ഇത്? കലി കയറിയിട്ടുണ്ട്. സോറി സർ, സോറി സർ. എന്ത് സോറി? ഒരു സംവിധാനത്തിന്റെ ടെൻഷൻ നിനക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ പൊസിഷൻ പോയി ഇനിയിപ്പോ ബ്രേക്ക് എടുത്തിട്ടാവാ ഷൂട്ടിങ്. ബ്രേക്ക്. അവന് ബ്രേക്ക് പറയാൻ ചാപ്പാടടിക്കാനും മാത്രം അറിയാം. എന്തിവിടെ പരിപാടി? നീ എന്ത് പണിയായി കാണിച്ചത്? മോശമായി പോയി. മോശമായി പോയെന്നോ? നീ വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. എടാ നിന്റെ ആട്ടോ ഫീൽഡ് ആണെന്ന്. ആ എന്റെ ഓട്ടോ ഫീൽഡാണ്. ഞാൻ ഓട്ടോ ഫീൽഡാണ്. ഞാൻ ഓട്ടോക്കാരനാണ്. എന്താ കുഴപ്പം? എടാ എന്താ വിളിച്ച കാര്യം എന്താന്ന് പറ. നമ്മളിവിടെ കള്ളു കുടിക്കാനല്ല വരാറ്. നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച കള്ളു കുടിക്കാനായിരിക്കും. ഇവിടെ എന്താ പ്രശ്നം? വിളിച്ചത് വേറൊന്നുമല്ല, ഞങ്ങൾ അഭിനയ പ്രാന്ത് മൂത്ത് വന്നതാ. ഇതിനകത്ത് വേഷം കിട്ടി, പക്ഷെ അതാ ഇപ്പൊ കുരിശായത്. വേറൊന്നുമല്ല, ഞാൻ വർഷം പൂട്ടിട്ടാ വന്നത്. ഒരു വണ്ടി നന്നാക്കിയത് എടുക്കുക, ഒരാൾ വന്ന് അവിടെ നിൽക്കുക. ആ വണ്ടി ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഞാൻ വേഗം കഴിഞ്ഞു വരാം. നീ പോയിട്ട് എടുത്തിട്ട് പോയാ എന്താ കുഴപ്പം? അതുവരെ നീ ഇവിടെ നിന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നീ വെറുതെ ഇവിടെ നിന്നാ മതി. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടത്? നീ നിന്ന് കൊടുത്താ മാത്രം മതിയെന്ന്. ഇവിടെ ജൂനിയർ ആയിട്ട് ഞാൻ നീ ഇവിടെ വെറുതെ നിന്നാ മതി. അതൊന്നും ശരിയാവത്തില്ല. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. 5 മിനിറ്റ് ഞാൻ പോയിട്ട് പെട്ടെന്ന് വെറുതെ നിന്നാ മതിയോ? വരുമ്പോ ഒരു ചെറുതെടുത്തിട്ട് പറഞ്ഞേ. എന്നാ പോയിട്ട് മസിലിനാണോ ക്യാമറ? മഴവില്ലാതെ ഡയറക്ടർ അല്ലേ? കണ്ടിട്ട് ഫുള്ള് മുട്ടയും ചാടയാണല്ലോ. എന്താ പറഞ്ഞേ? ആരാ തിടം പറ്റി വെക്കണേ? മാറിയില്ലടാ അങ്ങോട്ട്. ഇനി വേടേ, ഇനി വേടേ. താൻ വന്ന് നിൽക്കേണ്ട പ്രശ്നം ഏതാണ്? ഇവിടെ വെക്കണം. ആ ലൈറ്റ് കാച്ചി. ഡയലോഗ് പഠിച്ചായിരുന്നാ? ഓ പഠിച്ചു. നീ ഇപ്പൊ ടച്ച് ചെയ്യണ്ട, ഇങ്ങോട്ട് മാറണേ. ഡയലോഗ് പഠിച്ചായിരുന്നു സാർ. ആ ഡയലോഗ് പറഞ്ഞു നോക്കൂ. നീയുമായിട്ടുള്ള കല്യാണത്തിന് എന്റെ വീട്ടുകാർ സമ്മതിക്കില്ലേ? വീട്ടുകാരോട് ചോദിച്ചിട്ടാണോ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നേ? നിങ്ങൾ ഒരു പേടിത്തൊണ്ട. പേടിത്തൊണ്ടല്ല, പേടിത്തൊണ്ടൻ. ശരി സാർ. കേട്ടാ? തൊണ്ടമുളകിന്റെ ഇണ്ട അത് വരണം. റെഡി സ്റ്റാർട്ട്. നിങ്ങൾ ഒരു പേടിത്തൊണ്ടാണ്. കൊച്ചേ പേടിത്തൊണ്ടല്ല. ശരിയാക്കാം, ഡബിങ്ങിൽ ശരിയാക്കാം. അത് കേട്ട് നായകൻ നായികയുടെ കർണത്തടിക്കുന്നു. ആളുകൾ ഓടിക്കൂടുന്നു. നായകൻ നായികയുടെ കർണത്തടിക്കുന്നു. ആളുകൾ ഓടിക്കൂടുന്നു. ഇടേ അസിസ്റ്റന്റ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എവിടെയാണ്? ആർട്ടിസ്റ്റ് റെഡി? ഓക്കെ, റെഡിയാണ് സാർ. നിങ്ങൾ നല്ല ക്ലോസ് ആയി നിൽക്കണം കേട്ടോ. ഫ്രെയിം വെക്ക്. ഷോട്ട് ഞാൻ തന്നെ പറയും, നീ പറയരുത്. യെസ് സർ. നായകൻ എൻട്രി വരും, അവരെ പാൻ ചെയ്ത് പിടിക്കണം. ഓക്കെ. നായിക അവിടെ ഉണ്ട്, അവളെ പിടിക്കണം. ആ നിൽക്കുന്നിടത്ത് ആ നിൽക്കുന്ന ആൾ കാണാൻ വന്നതാണ്, അവനെ പിടിക്കണം. ഷോട്ട് റെഡി? എന്താണെന്ന് പോലും പറഞ്ഞു. മോണ്ടർതാ എന്തൊരു വലിയ പൈസ. ഇത് എപ്പോ വായിച്ചു തീർക്കും? നമസ്കാരം. നമസ്കാരം. ഇയാളാരാ? തന്നോടാ ചോദിച്ചത്. ഇയാള് മുമ്പ് ഈ സീനിൽ അഭിനയിച്ചപ്പോ ഇത്ര കളർ ഇല്ലായിരുന്നല്ലോ. അത് മേക്കപ്പ് കുറച്ച് കൂടുതൽ വാരിപ്പൊത്തി. സാർ മറ്റേ ആൾ വരുന്നവരെ ഇയാളെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. എടാ ഇയാളെ നിർത്തിക്ക് ഞാൻ കണ്ടിന്യൂറ്റി അടിക്കൂലേ? എന്നെ അടിച്ച് ഞാൻ തിരിച്ചടിക്കൂട്ടോ. അതല്ല, ഇത് സിനിമയാണ്. സിനിമയിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂറ്റി അടിക്കും. കണ്ടിന്യൂറ്റി ആണല്ലോ, സെക്യൂരിറ്റി ആണല്ലോ, എന്നെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും. പറഞ്ഞു കൊടുത്താ അവൻ ചെറുതിൽ എങ്ങനെയാണ് സാർ തിരിച്ചടിക്കും? ഒന്ന് പറയുന്ന കേൾക്കുന്നേ. ഈ നായകൻ നായിക അടിക്കുമ്പോൾ നിങ്ങൾ ഓടിക്കൂടുന്നു. അതിനിടയ്ക്ക് എന്നെ അടിക്കുന്നത് എന്തിനാണ്? അതല്ലെന്ന് ഓടിക്കൂടിയിട്ട് നിങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കണം? നായിക എന്തിനടിച്ചു? നായകനെ എന്തിനാണ് അടിക്കുന്നത്? ഇപ്പോഴല്ലെന്ന്. ഇപ്പോഴല്ലേ ആടി എറിഞ്ഞ ഈ ഡയലോഗ് ആര് പറയും? സാറിന് അറിയാമെങ്കിൽ സാറ് തന്നെ പറഞ്ഞു. അയ്യേ ഞാനെങ്ങനെ പറയും? നിങ്ങളല്ലേ പറയേണ്ടത്. മനസ്സിലായല്ലേ? റെഡി സാർ, റെഡി റെഡി റെഡിയാണ് സാർ. റെഡി സാർ. റെഡി 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 സാർ. റെഡി സാർ. റോൾ റോളിംഗ് ആക്ഷൻ. നിന്നെ ഞാൻ
കൊച്ചിനടിച്ച് പോടാ. എടാ, നിന്നെ- എടാ, നമ്മുടെ നാട്ടിൽ കളി കാര്യമായ ഇത്ര അടി കൂടെ സീരിയസ് ആയിട്ട് അടിക്കുന്നത്. സാറല്ലേ എന്നോട് പറഞ്ഞു അവനെ പെങ്കൊച്ചിനെ തല്ലുമ്പോ അവനോട് ചോദിക്കണോന്ന് അല്ലേ? ചോദിക്കണോന്ന് അതിന് സീരിയസ് ആയിട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ. ചോദ്യം പറഞ്ഞു വെക്കാൻ അടിയൊക്കെ ഉണ്ടാവും. ഇനി കൂടുതൽ പറഞ്ഞാൽ നിന്നെ അടിക്കും, നിന്നെ കൊല്ലുകയും ചെയ്യും. അയ്യോ, കൊല്ലാനും പഠിക്കാനൊന്നും ഇത് ഞാൻ ബാഹുബലി അല്ല എടുക്കുന്നത്. എല്ലാത്തിനും ഞാൻ കൊല്ലൂടാ. അയ്യോ ഒന്ന് വേഗം സ്റ്റാർട്ടാക്ക് വണ്ടി. അടി പുറകെ ഓട്ടോ പിടിച്ച് വരുന്നുണ്ട്. അയ്യോ എന്റെ ഓട്ടോ, ഡേ മണി, ഡേ അയ്യോ എന്റെ ഓട്ടോ, അയ്യോ അയ്യോ. ആ മണി ഇതെവിടെ പോയി? നേരം എത്രയായി? വരുന്നുണ്ട്. എവിടെ പോയതാ മണി? ഞാൻ ലേറ്റ് ആയില്ലല്ലോ. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞു പോയിട്ട് നേരം എത്രയായി മണി? അല്ല അത് ചേട്ടാ, ഞാനൊരു കൂട്ടുകാരൻ മനസ്സിലായി. ഈ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് നീ എന്നെ അല്ലേ മണി? നിങ്ങൾ വണ്ടി നമുക്ക് പോവാം. ശരി, ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണോ? ഞാനതോ വണ്ടിയോ? രണ്ടും. എന്താ ചേച്ചി കയറ്, ചേട്ടൻ കേറ്. ഞാനല്ലേ വണ്ടി ഓടിക്കുന്നേ. ആ ഹലോ, ആ വാസന്തി, കാര്യത്തിന് വേണ്ടി വന്ന ഇപ്പൊ വരും ഞാൻ. ചൂടാവല്ലേ? കുറച്ചൊക്കെ ആ ഞാൻ ഇപ്പൊ വരാം. സോറി കാരണാനും ചേട്ടാ. നിങ്ങളുടെ ഓട്ടോ കണ്ണും പിടിക്കുന്നില്ല. ആ ചേച്ചി, ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനമാണെന്നൊക്കെ അറിഞ്ഞു കേട്ടാ. ചേട്ടാ എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ. എന്താണ് കർണാടക ചേട്ടൻ മിണ്ടാത്തത്? ഞാൻ ലേറ്റ് ആയിട്ട് വന്നോണ്ടാ? എന്തെങ്കിലും ഒന്നും പറയട്ടാ. ഇവരിന്നവിടെ പോയി. ഇവരെന്ത് പണിയാ കാണിച്ച്? എന്നോട് പറയാതെ ഓടുന്ന വണ്ടി നിറങ്ങി ചാടിപ്പോയോ? എന്ത് കഷ്ടാന്ന് നോക്കണേ. ആ അലക്സ, എന്താടാ? എവിടെ? രായപ്പൻ്റെ കടല്ലോ? ആ ഞാൻ എന്താ വന്നോണ്ടിരിക്കുക. ആടാ പിന്നെ ഞാനൊക്കെ സിനിമയുടെ ആ പിന്നെ ഞാനും വിഷ്ണുവൊക്കെ അടികൂടി അഭിനയിച്ചടാ. ആ അയ്യോ തുടങ്ങല്ലേ, ഞാനിവിടെ വന്നിട്ട് തുടങ്ങാവുള്ളൂ. ഇപ്പോൾ വരാം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 10 മിനിറ്റ് ഇപ്പോൾ വരാം. ഓക്കെ. ഇവരിത് എവിടെ പോയി? മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്